നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും വിതരണം ചെയ്തും നാടെങ്ങും ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. നാട്ടിക ബീച്ചിൽ അനധികൃതമായി കുറിയിടപാട് നടത്തിയ സ്ത്രീയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. CPIM നേതാവായിരുന്ന VK കുമാരനെ ചന്ദ്രാപിന്നി ഈസ്റ്റിൽ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും വിതരണം ചെയ്തും നാടെങ്ങും ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് തന്നെ നമ്മൾ വനങ്ങൾ, വൃക്ഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എല്ലാ വനങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിലപിടിപ്പുള്ള മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ മാറ്റങ്ങൾ, കാലാവസ്ഥയിലൊക്കെ വളരെ മാറ്റങ്ങൾ വന്നിരുന്നു. പണ്ട് നമ്മുടെ കാരണവന്മാർ പറയുന്ന പോലെ ആ മഴ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആ മഴ ലഭിക്കാറുണ്ട്. PTA വൈസ് പ്രസിഡന്റ് TK അനിൽകുമാർ അധ്യക്ഷനായി. ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ KM ജോസ് മാസ്റ്റർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപിക ട്രീസ മാത്യു, ഗ്രാസിയ പോൾ, മാതൃസംഗമം പ്രസിഡന്റ് ഷൈനി രണേഷ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ PK രാമകൃഷ്ണൻ മാസ്റ്റർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ അധ്യക്ഷനായി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. PA ഇബ്രാഹിം ഹാജി, പുത്തൻകുളം സെയ്ദു ഹാജി, PA ബഷീർ, TK അലി, KK ഹംസ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന് എല്ലാ സംഘടനകളും വളരെ കാര്യമായി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇഴുകിച്ചേർന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാനത്തൊട്ടാകെ ഇതിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ജൂൺ 5-ന് വൃക്ഷത്തൈ നടലും ലക്ഷത്തോളം വരുന്ന വൃക്ഷത്തൈ നടൽ കേരളത്തിലൊട്ടാകെ നടക്കുകയും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് SSF, ചന്ദ്രാപിന്നി ഈസ്റ്റ്, ബദ്രിയ യൂണിറ്റ് എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. V ഹംസ സഖാഫി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ചന്ദ്രൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡംഗം AK ജമാൽ വൃക്ഷത്തൈ വിതരണം നടത്തി. കൃഷി ഓഫീസർ MH ഇസ്മായിൽ കർഷകരെ ആദരിച്ചു. PK ഹനീഫ ഹാജി, PH ഇസ്മായിൽ മുസ്ലിയാർ, അബു താഹിർ സഖാഫി, TA അൻവർ, PA ഖാലിദ്, PA അസീസ്, KI ഇജാസ് എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഏകദേശം ആശയം ഉൾക്കൊള്ളുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ ജൂൺ 5-ലെ പരിസ്ഥിതി ദിനത്തിൽ ലോകം ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. അതെ, ആ മുദ്രാവാക്യം തന്നെ നമുക്കും മുഴക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ SSF സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒരുമിച്ചു കൂടിയ എൻ്റെ സഹോദരന്മാരോട്, വിവിധ പ്രായക്കാരായ ആളുകൾ ഇവിടെയുണ്ട്, വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവരിവിടെയുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ചു കൂടിയ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം ബീച്ച് റോഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ പരിസ്ഥിതി ദിനത്തിലും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വൃക്ഷത്തൈകൾ നട്ടും മറ്റൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പച്ചപ്പ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അധ്യക്ഷൻ സൂചിപ്പിക്കേണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഈ പച്ചപ്പിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എനിക്കൊരു നീലൊക്കെ ആണെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. പഞ്ചായത്തിൽ ഒരു മാസം ഒരു 25 പരാതി കിട്ടുകയാണെങ്കിലും അതിലൊരു 20 പരാതിയും വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റണം എന്നുള്ള രീതിയിലാണ്. അതായത് അവന്റെ അപ്പുറത്തെ വീട്ടിലെ മരത്തിന്റെ ചില്ലങ്ങൾ വന്നു, അത് മുറിക്കണം, അല്ലെങ്കിൽ ആ മരം മുറിക്കണം, അങ്ങനെയുള്ള പരാതികളാണ് കൂടുതലും വരുന്നത്. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR കണ്ണൻ അധ്യക്ഷനായി. PB താജുദ്ദീൻ, വിനീത മോഹൻദാസ്, SM ജീവൻ, A സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു.
സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. BDO ഹരിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം MIC ഇംഗ്ലീഷ് സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങൾ മാനേജർ PA സെയ്ദ് മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അവസരത്തിൽ നമ്മുടെ പ്രിൻസിപ്പാൾ നിങ്ങളെ ധരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല സ്വാഗത പ്രസംഗത്തിലും ആ വിഷയം വളരെ സവിസ്തരമായി പ്രതിപാദിക്കുകയുണ്ടായി. ഇനി കൂടുതലായി നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് മറ്റ് പ്രസംഗകരും ഈ വിഷയവുമായി നിങ്ങളോട് സംസാരിക്കുന്നു. ഏതായാലും വളരെ ഗൗരവപൂർവ്വം ഈ വിഷയം കൈകാര്യം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾ വിവിധയിനം വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറുകയും ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ പരിസ്ഥിതി പ്രവർത്തകൻ PR ധർമ്മരാജൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. KS ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് KS രജിതൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ അധ്യക്ഷനായി. നാട്ടിക സൗത്ത് SNDP LP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി മാധവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ പരിസ്ഥിതി ദിനാചരണം തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. തൃപ്രയാർ സൗഹൃദം സ്നേഹ കൂട്ടായ്മയുടെ പരിസ്ഥിതി ദിനാചരണം വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വൃക്ഷത്തൈ നട്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം സ്നേഹ കൂട്ടായ്മ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. കയ്പമംഗലം ഫിഷറീസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ TV ഗോപി വൃക്ഷത്തൈ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ കോമ്പൗണ്ടിലെ ആൽമരത്തെ പൂമാല ചാർത്തിക്കൊണ്ട് ആദരിച്ചു. പരിസ്ഥിതി ഗാനം ആലപിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ ഔഷധ സസ്യങ്ങൾ നട്ടു. പരിസ്ഥിതി ക്ലബ് കൺവീനർ KU ശ്രീദേവി ടീച്ചർ, ഐശ്വര്യ ES, സോന PP എന്നിവർ നേതൃത്വം നൽകി. ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് PK ചന്ദ്രിക, VHSC പ്രിൻസിപ്പൽ PS സജി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.